ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഫലൂഡ മിൽക്ക് ഷേക്ക്. വെൽക്കം ടു ദ വീഡിയോ. ഫലൂഡ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി സേമിയം വേവിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് സേമിയം ഇട്ട് കൊടുക്കാം. സേമിയം വേവിക്കാനായി വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ റോസ്റ്റ് ചെയ്താൽ കുഴപ്പവുമില്ല. സേമിയം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം സേമിയം റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഒരു മിക്സിയുടെ വലിയ ജാറിൽ സേമിയ തണുപ്പിച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ബദാം ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറാണ്. സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരാം. സെർവിങ് ഗ്ലാസ് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഫലൂഡ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ചെറിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.